മൂന്നാം സ്ഥലം ഈശോ 1-ാം പ്രാവശ്യം വീഴുന്നു. വേ ഓഫ് ദ ക്രോസിൽ 3 സ്ഥലത്ത് ഈശോ വീഴുന്നുണ്ട്. ഈ 3 വീഴ്ചയും കൂടി ഒരുമിച്ചാണ് ചിന്തിക്കുന്നത്. ഈ സ്ഥലത്തിനിട്ടിരിക്കുന്ന പേര് ഭാരം. വീഴുന്നത് ഭാരം കൊണ്ടാണ്. അനാവശ്യമുള്ള കുറേ ഭാരം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ വീഴ്ചയൊക്കെ ഈ ഭാരത്തിൻ്റെ പേരിലാണ്. കനേഡിയൻ ഓതർ തോമസ് കോസ്റ്റെയിൻ്റെ 3 എഡ്വേർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹിസ്റ്റോറിക്കൽ നോവലുണ്ട്. 14th സെഞ്ച്വറി ജീവിച്ചിരുന്ന ഡ്യൂക്ക് റെയ്നോൾഡ് തേർഡിൻ്റെ കഥയാണിത്. ഒരു 3 ബ്രദേഴ്സാണ്. അപ്പോൾ ഈ റെയ്നോൾഡാണ് മൂത്ത ബ്രദർ. അപ്പോൾ ഏറ്റവും ഇളയ ആൾ എഡ്വേർഡ് ഒരു യുദ്ധത്തിൽ ചേട്ടനെ തോൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ റെയ്നോൾഡ് തേർഡിനൊരു പ്രത്യേകത ഉണ്ട്. നന്നായിട്ട് ഫുഡ് കഴിക്കും. ഭയങ്കര തടിയാണ്. അവൻ്റെ തടിയെന്ന വിളിക്കുന്നത്, ഇരട്ടപ്പേര് വിളിക്കുന്ന തടിയൻ രാജാവ് എന്നാണ് നാട്ടുകാർ മുഴുവൻ വിളിക്കുന്നത്. കാരണം അദ്ദേഹത്തെ അറിയുന്ന എല്ലാവർക്കും അറിയാം, നന്നായിട്ട് ഫുഡ് അടിക്കും, ഭയങ്കര ശരീരമാണ്. അപ്പോൾ ഈ അനിയൻ എഡ്വേർഡ് ഈ ചേട്ടനെ തോൽപ്പിച്ചിട്ട് കൊന്നുകളയുന്നില്ല. പകരം കൊട്ടാരത്തിൽ തന്നെ ഒരു മുറിയിൽ പൂട്ടിയിടാന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാം. കാരണം നിറയെ ജനാലകളും വാതിലുകളും ഉള്ള ഒരു വലിയ മുറിയാണ്. അതൊന്നും അടച്ചിട്ടില്ല, അതൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ റെയ്നോൾഡിന് പുറത്തു പോകാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ തടി സാധാരണ മനുഷ്യൻ്റെ തടിയല്ല അത്. അപ്പോൾ അവന് ഒരു ജനാലിലൂടെയും ഒരു വാതിലൂടെയും പുറത്തു പോകാൻ പറ്റത്തില്ല. ഇനി അവനെങ്ങനെ പുറത്തു പോകാൻ പറ്റും? അവന് ഫുഡ് നിയന്ത്രിച്ചിട്ട് അവന് വേണമെങ്കിൽ പുറത്തു വരാം. ഇവൻ്റെ ഈ വീക്ക്നെസ്സിനെ കുറിച്ചിട്ട് അനിയന് നന്നായിട്ട് അറിയാം. അപ്പോൾ അനിയൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് സംഷ്യസ് മീലും ഉണ്ടെന്ന് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. റെയ്നോൾഡ് ആണെങ്കിൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കും. അവൻ കൂടുതൽ തടിയായി. കാരണം വേറെ വർക്കൊന്നും പോകാനൊന്നുമില്ല. ഈ മുറിക്കകത്തിരുന്ന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമല്ല, ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം. അവൻ ശരീരത്തെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവൻ തന്നെ ഉണ്ടാക്കിയൊരു പ്രിസൺ, അവൻ തന്നെ അതിൻ്റെ അകത്തിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാർക്ക് ഈ രാജാവിന് ഇഷ്ടമാണ്, റെയ്നോൾഡിന് ഇഷ്ടമാണ്. അപ്പോൾ നാട്ടുകാർ പ്രക്ഷോഭം ഉണ്ടാക്കി. നാട്ടുകാർ പറഞ്ഞു, നിങ്ങളുടെ ചേട്ടനെ ഇങ്ങനെ ജയിലിൽ അടച്ചിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ എഡ്വേർഡ് പറഞ്ഞു, ഞാൻ ആരെ ജയിലിലടച്ചു? ഞാൻ ജയിലിലടച്ചിട്ടില്ലല്ലോ. അവന് എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാം. ഞാൻ ആരെയും ജയിലിലടച്ചിട്ടില്ല, അവന് എപ്പോൾ വേണമെങ്കിലും രക്ഷപ്പെടാം. പക്ഷെ അവൻ രക്ഷപ്പെടുന്നില്ല. 10 വർഷത്തോളം ഈ മനുഷ്യൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ജീവിക്കുകയാണ്. എന്നിട്ട് വേറൊരു യുദ്ധം ഉണ്ടാകുന്ന ആ യുദ്ധത്തിൽ എഡ്വേർഡ് കൊല്ലപ്പെടുകയാണ്. ഇവൻ മോചിപ്പിക്കപ്പെടുന്നുണ്ട്. റെയ്നോൾഡിനെ ആൾക്കാർ രക്ഷപ്പെടുത്തുന്നുണ്ട്. പക്ഷേ റെയ്നോൾഡ് 2-3 മാസം കൂടി ജീവിച്ചുള്ളൂ. കാരണം കൂടുതൽ ഭക്ഷണം കഴിച്ച് ആരോഗ്യം മോശമായി മരിച്ചു. ഈ ഡൈഡ് ആസ് എ പ്രിസണർ ഓഫ് ഹിസ് ഓൺ അപ്പിറ്റൈറ്റ്. അവൻ്റെ തന്നെ വിശപ്പിൻ്റെ തടവറയിൽ അവൻ കൊല്ലപ്പെടാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കൊക്കെ ഒരുപാട് വിശപ്പുള്ള മനുഷ്യരാണ്. ഓർക്കേണ്ടത് എല്ലാ വിശപ്പും തീർക്കാനുള്ളതല്ല. മനസ്സിലാക്കുക. എല്ലാ വിശപ്പും തീർക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഹിലാരി ബെല്ലോക്കിൻ്റെ ഒരു കവിതയുണ്ട്, ഈ നോയമ്പ് കാലത്ത് വായിക്കാൻ പറ്റുന്ന നല്ലൊരു കവിതയുണ്ട്. ദ വോൾച്ചർ എന്ന പേര്. ദ വോൾച്ചർ വരികളിങ്ങനെയാണ്: The vulture eat between meals. That is why his eyes is dull, his head is bald, his neck is growing thinner. Oh, what a beautiful lesson it gives. Only eat at dinner. Not between meals, only eat at dinner. സമയത്ത് മാത്രം ഭക്ഷണം കഴിക്കുക. ഇത് വലിയ അർത്ഥത്തിലെടുക്കുക. നമ്മൾ അനാവശ്യമായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ കൂടെ കൂട്ടിയിട്ടുണ്ടല്ലോ, ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾക്കിങ്ങനെ ഭാരം വെച്ചുകൊണ്ടിരിക്കുക, തടി വെച്ചുകൊണ്ടിരിക്കുക. പല അനാവശ്യ സ്വഭാവങ്ങളുടെ തടി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. ഒരുപാട് അനാവശ്യ വിശപ്പിൻ്റെ പുറകിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. 3-ാം സ്ഥലം ഓർമ്മിപ്പിക്കുന്നു, അത് വീഴ്ചയാണ്. വീഴാതിരിക്കാം ഈ നോമ്പ് കാലത്ത്. അതിനാണ് ഫാസ്റ്റിംഗ് ഒക്കെ ഉള്ളത്, ഉപവസിക്കേണ്ടത്. എല്ലാ മേഖലയിലും കൂടുതൽ മെലിയാൻ പഠിക്കാം, കൂടുതൽ നന്നാവാൻ പഠിക്കാം. ഗുഡ് ഡേ.